ഒരു സിനിമയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി വെള്ളമടിച്ച് ആ സിനിമാ സെറ്റിൽ വരിക, അതുപോലെ തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടൊരു ഭ്രാന്തനെ പോലെ സിനിമാ സെറ്റിൽ ഓരോന്ന് കാണിക്കുക. ഇതൊക്കെയാണ് റോബർട്ട് പാറ്റിൻസൺ എന്ന് പറയുന്ന നടൻ കാണിച്ചു കൂട്ടിയത്. ട്വൈലൈറ്റ് സിനിമയിലൂടെ എല്ലാം പല ആളുകളുടെ മെയിനായിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡിലേക്ക് തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം പിടിച്ചൊരു നടനാണ്. 21-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ സിനിമകളിലേക്ക് വെച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ എടുത്തേക്കുന്ന ഫ്രെയിമിൻ്റെ ഇതാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എല്ലാം വ്യത്യസ്തമായിരുന്നു. കാരണം സിനിമ ത്രൂ ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഇറങ്ങി. അതിൽ 2 ഒന്നാന്തരം നടന്മാരെയാണ് അഭിനയിക്കാനായിട്ട് വിളിച്ചത്. ആരൊക്കെയെന്നറിയോ? വില്യം ഡാഫോ, അതുപോലെ റോബർട്ട് പാറ്റിൻസൺ. ഇവരുടെ റോളെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഈ ലൈറ്റ് ഹൗസ് കീപ്പേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന വിക്കീസ് എന്ന് പറയുന്ന ആളുകളുടെ റോളായിരുന്നു. അപ്പോൾ ഈ ഒരു വിക്കീസിൻ്റെ അതേ രീതി, അവരുടെ ജീവിത ശൈലി, അവരുടെ സംസാര രീതി, ഇതൊക്കെ ഇവർ പഠിച്ചെടുത്തുവെങ്കിൽ പോലും സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ഹൗസ് കീപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒറ്റപ്പെട്ട ജീവിതത്തിൽ വരുന്ന മാനസികാവസ്ഥയിലുള്ള പ്രശ്നങ്ങളാണ് സിനിമയുടെ പ്രമേയം. അപ്പോൾ മെയിനായിട്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വില്യം ഡാഫോ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അനായാസമായ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പക്ഷേ അഭിനയിക്കുന്നത് വില്യം ഡാഫോയുടെ കൂടെ ആയതുകൊണ്ട് അതിനൊപ്പം പിടിച്ചു നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു റോബർട്ട് പാറ്റിൻസൺ കുറച്ച് കൈവിട്ട കളി കളിച്ചു. എന്തെന്ന് വെച്ചാൽ സിനിമ കട്ട് പറയുന്ന സമയങ്ങൾ, അതായത് ഓരോ ഷോട്ട് കഴിഞ്ഞ് കട്ട് പറയുന്ന സമയങ്ങളിൽ തനിക്കിരിക്കാനായിട്ട് വെച്ചേക്കുന്ന ചെയറിൽ പോലെ ഇരുന്നിരുന്നത് ഇയാൾ തറയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പുറപുറത്തുകൊണ്ടിരിക്കും. ചില സമയത്ത് സ്വയം ചീത്ത വിളിക്കുകയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് കണക്ക് സ്വയം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ പോട്ട് തറയിലൊക്കെ കിടക്കുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ, പൊടിയും മണ്ണും ഒക്കെ ചില സമയത്തെടുത്ത് ഇങ്ങനെ നാക്കി തേക്കുമായിരുന്നു. അതായത് അത്രത്തോളം ഭ്രാന്തമായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇറങ്ങി വരാനായിട്ടാണ് അയാൾ ചെയ്തിരുന്നത്. എന്നാൽ ഇതിനെക്കാട്ടിയും അക്രമം, അതായത് വില്യം ഡാഫോയെ പോലുള്ള ഒരാൾക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും കൂടെ റോബർട്ട് പാറ്റിൻസൺ കാണിച്ചു കൂട്ടി. എന്താണെന്നറിയോ? ഈ ഒരു ലൈറ്റ് ഹൗസ് കീപ്പേഴ്സ് മണ്ണെണ്ണ കുടിച്ച് ഫിറ്റാകുന്നൊരു സീനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വില്യം ഡാഫോ എന്തായാലും തകർത്ത് അഭിനയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒറിജിനാലിറ്റി വരാനായിട്ട് റോബർട്ട് പാറ്റിൻസൺ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് വെള്ളമൊടിച്ചെന്ന് വെച്ചാൽ റിലേ പോണ രീതിക്ക് വെള്ളമൊടിച്ചെന്ന് പറയണം. അങ്ങനെ വെള്ളമൊടിച്ച് പൂസായി സെറ്റിൽ വന്നിട്ട് ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞു, സിനിമയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളമൊടിച്ച് ഫിറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഡയറക്ടർക്ക് ഇവൻ മിക്കവാറും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റായി. ഏകദേശം അതുപോലെ തന്നെ പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടി. ഷോട്ടുകളുടെ ഇടയിൽ ബോധം കിട്ടു വീഴും. കാരണം അമ്മാതിരി വെള്ളമൊടിയാണ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് ചില സീനുകളിൽ വില്യം ഡാഫോ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വാള് വെച്ചിട്ട് കൊടുക്കും. ഒരുപാട് വെള്ളം അടിച്ചുകൊണ്ടേ. പിന്നെ പാൻറ്റിലൂടെ മൂത്രം ഒഴിക്കുക, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ കാണിച്ച് അവസാനം ഇത് വില്യം ഡാഫോ പറഞ്ഞ് ചെറുക്കനെ ഇവിടെ നിന്ന് മാറ്റിക്കോ, ഇല്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങേരെ കൊണ്ട് പറയുന്ന രീതിക്ക് വരെ പ്രശ്നം ഉണ്ടാക്കി. എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ആയിട്ട് തന്നെ ഈ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഇമ്പാക്റ്റ് മോഡേൺ ഫിലിമിൽ ഉണ്ടാക്കി. അത്യാവശ്യം നല്ല ചർച്ചാവിഷയമായിട്ടുള്ളൊരു സിനിമയുമായിരുന്നു. അതായത് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിച്ചു അങ്ങനെ എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ആളുകൾ പോവുമോ? ഇതൊക്കെ ചെറുത്, ഇതിൻ്റെ അപ്പുറം പോയ ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വരും വീഡിയോകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.